നിങ്ങൾക്ക് മടിയാണോ? സത്യം പറയണം. രാവിലെ എണീക്കാൻ മടി, പല്ല് തേക്കാൻ മടി, ജിമ്മിൽ പോകാൻ മടി, അതുപോലെ ജോലിക്ക് പോകാൻ മടി. സത്യത്തില് നിങ്ങൾ ഒറ്റയ്ക്കല്ല. ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്ന ബിൽ ഗേറ്റ്സ് ഒരിക്കൽ പറഞ്ഞു, ഞാനൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് ഏറ്റവും മടിയുള്ള ആളെയാണ് ഞാൻ ഏൽപ്പിക്കുക. കാരണം അവൻ അത് ഏറ്റവും സ്മാർട്ടായി എങ്ങനെ ചെയ്യാമെന്ന് അവൻ കണ്ടുപിടിക്കും. കാരണം അവന് അത് സ്മാർട്ടായി ചെയ്തിട്ട് പിന്നെ വെറുതെ ഇരിക്കാനാണ് ശ്രമിക്കുക. അതുകൊണ്ട് നമ്മളുടെ മടിയിൽ രണ്ട് തരത്തിലുള്ള മടിയുണ്ട്. ഒന്ന് പ്രോ ആക്റ്റീവ് ലേസിനെസ് എന്ന് പറയും, അതായത് മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്ത് മടി പിടിച്ചിരിക്കുക. രണ്ടാമത്തത് റിയാക്റ്റീവ് ലേസിനെസ്, അതായത് നമുക്ക് ചെയ്യാൻ മടി പിടിച്ച് ഇരുന്ന് അവസാനം വരെ നീട്ടിവെക്കും. ഒരു ഉദാഹരണത്തിന് നമ്മൾ വീട്ടിലെ കറണ്ട് ബില്ല് അടക്കാൻ മടി കാരണം നമ്മൾ അടക്കാണ്ട് നീണ്ടു പോയി അവസാനം ഫൈൻ അടച്ച് നമ്മൾ കറണ്ട് ചിലപ്പോൾ കട്ട് ചെയ്യും. ആ സമയത്താണ് നമ്മൾ അടക്കുക. എന്നാൽ പ്രോ ആക്റ്റീവ് ലേസി ആയിട്ടുള്ള ആളാണെങ്കിൽ കറണ്ട് ബില്ല് വരുന്നതിന് മുമ്പ് തന്നെ അക്കൗണ്ടിൽ ഒരു ഓട്ടോ ഡെബിറ്റ് ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കും. അപ്പോൾ കറണ്ട് ബില്ല് വന്ന ഉടനെ ഓട്ടോമാറ്റിക് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം പോയിട്ടുണ്ടാവും. അയാൾക്ക് ക്യൂ നിൽക്കാൻ മടിയാണ്, അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് അയാൾ സ്മാർട്ടായ മടിയനാണെന്ന് പറയാം. ചില ആളുകൾ പല്ല് തേക്കാൻ വരെ മടിച്ച് അവസാനം റൂട്ട് കനാൽ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും. ഈ മടിയാണ് വളരെ ദുരന്തമായ മടി എന്ന് പറയും. ദുരന്ത മടിയൻ എന്ന് ഇവരെ വിളിക്കാം. അപ്പോൾ നാം കാണുന്ന ഭൂരിപക്ഷം നല്ല സമ്പത്തുണ്ടാക്കിയ പണക്കാരായ സ്മാർട്ടായ ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവർ കൂടുതൽ ജോലി എടുത്തുകൊണ്ടല്ല അവരുടെ സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അവര് സ്മാർട്ടായി പണി ചെയ്തുകൊണ്ട് സ്മാർട്ടായ കാര്യങ്ങൾ ചെയ്ത് പിന്നെ വെറുതെ ഇരുന്ന് സമയം വെറുതെ ഇരുന്ന് ആസ്വദിച്ചുകൊണ്ടാണ് അവർ സമ്പത്തുണ്ടാക്കിയിട്ടുണ്ടാവുക. അല്ലാതെ 8 മണിക്കൂർ സ്ഥിരമായി ജോലി ചെയ്ത് കഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല അവർ പണം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതുപോലെ നമ്മൾ മലയാളികളായ പല ആളുകളും ജോലിക്ക് പോയി കഴിഞ്ഞാൽ 8 മണിക്കൂർ ജോലി ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അവരിൽ ആകെ 2 മണിക്കൂർ മാത്രമേ കൃത്യമായ ശരിയായ, അതായത് വേണ്ടപ്പെട്ട ജോലികൾ ചെയ്യുന്നുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ ചായ കുടിക്കാനും അതുപോലെ വർത്തമാനം പറയാനും ഒക്കെ സമയം കളയും. പിന്നെ ചിലപ്പോൾ പേപ്പർ തിരഞ്ഞ് ഫയൽ തപ്പി അങ്ങനെ സമയം കളയും. അപ്പോൾ നമ്മളെങ്ങനെ ഒരു സ്മാർട്ട് മടിയനാകാം എന്ന് നമുക്ക് നോക്കാം. സ്മാർട്ട് മടിയനാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 80-20 റൂളാണ്. അതായത് പരാറ്റോ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഗുണം ലഭിക്കുന്ന അല്ലെങ്കിൽ വിജയിക്കാൻ കാരണമാകുന്ന 80% വിജയങ്ങൾക്കും കാരണം നമ്മൾ ചെയ്യുന്ന വെറും 20% ജോലികളായിരിക്കും. മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്ന് സ്മാർട്ട് ലേസി ആയ ഒരാളായി വിജയിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു മെഷീൻ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും മെഷീന് വിട്ടുകൊടുക്കുക. അതായത് ഉദാഹരണത്തിന് നമ്മൾ അലക്കുന്നതിന് വേണ്ടി വാഷിംഗ് മെഷീൻ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് പിന്നെ കല്ലിൽ വെച്ച് അടിച്ച് അലക്കുന്നത്? അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്ത് കമ്പ്യൂട്ടറും മറ്റുള്ള മെഷീനറികളൊക്കെ ഉപയോഗിച്ച് ആ സമയം നമുക്ക് ലാഭിക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, നമുക്ക് വേറൊരാളെ ഏൽപ്പിക്കാൻ കഴിയുന്ന കാര്യം അയാളെ കൊണ്ട് ചെയ്യിക്കുക എന്നതാണ്. എല്ലാം നമ്മുടെ തലയിലേക്ക് ഏറ്റെടുത്ത് എല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം മറ്റുള്ളവരെ ഏൽപ്പിക്കുക. അതായത് നമ്മുടെ സമയത്തിന്, നമ്മുടെ 1 മണിക്കൂറിന് നമ്മളൊരു വിലയിടുക. അതിപ്പോ 500 രൂപയാണെങ്കിൽ ആ 1 മണിക്കൂർ കൊണ്ട് ഒരു പ്രത്യേക ജോലി ഒരാൾ 100 രൂപയ്ക്ക് ചെയ്തു തരുമെങ്കിൽ അയാൾക്ക് ആ 100 രൂപ കൊടുത്ത് നമ്മൾ ബാക്കി സമയം വെറുതെ ഇരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ 500 രൂപയുടെ പണി 1 മണിക്കൂർ കൊണ്ട് ചെയ്യാം. അതിൽ നിന്ന് ഒരു 100 രൂപ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് 400 രൂപ ലാഭമല്ലേ? അങ്ങനെ സ്മാർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. മൂന്നാമത്തെ കാര്യം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നോ എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതായത് അനാവശ്യമായി സമയം കളയുന്നത്, ആവശ്യമില്ലാത്ത കല്യാണങ്ങൾക്കോ ആഘോഷങ്ങൾക്കോ പോകാതിരിക്കുക. അപ്പോൾ നമുക്ക് ആ സമയം ലാഭം കിട്ടും. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കത് വെറുതെ ഇരിക്കാൻ ഉപയോഗിക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇങ്ങനെ സമയം ലാഭിക്കുന്നത് വീണ്ടും വീണ്ടും കൂടുതൽ പണി ചെയ്ത് കഷ്ടപ്പെടാനല്ല. സത്യത്തിൽ നമ്മൾ വെറുതെ ഇരുന്ന് ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയാണ്.
അതുകൊണ്ട് നിങ്ങൾക്ക് സ്മാർട്ടായ മടിയനായി മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉടൻ തന്നെ കമന്റ് ചെയ്യുക ഐ ആം എ സ്മാർട്ട് ലേസി മാൻ എന്ന് കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾ കൂടുതൽ ഈ വീഡിയോ കണ്ട് മടി പിടിച്ചിരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ മറ്റുള്ള ആളുകൾക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. താങ്ക് യു.